പിന്നെ സ്റ്റാർ ഫിഷിനെ കൈ കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തുടങ്ങണം, കെയർഫുൾ ആയിട്ട്. ഹലോ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ധനുബി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു അക്വേറിയത്തിലാണ് കേട്ടോ. സോറി, പേര് മറന്നായി. ഇപ്പം ഹാർവി ബേയിലാണ് ഞങ്ങളുള്ളത്. ഹാർവി ബേയിൽ ഒരു അക്വേറിയം ഉണ്ട്, റീഫ് വേൾഡ് അക്വേറിയം എന്നാണ് പറയണത്. ഇവിടെ മീൻസ് പുറത്ത് നോക്കിയ ഒരു കുഞ്ഞു സ്ഥലമാണ്, പക്ഷെ അകത്തോട്ട് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷസും കോറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വലിയൊരു ടാങ്കാണ്. ഈ ടാങ്കിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണുള്ളത് കേട്ടോ. ദേ അവിടെ കിടക്കുന്ന ഒരു ഫിഷിനെ എങ്ങനെയുണ്ടോ, ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചൊരു സ്റ്റാച്ചു ആണ്, പക്ഷെ അല്ല, അവൻ ഒറിജിനലാണ് കേട്ടോ. അവൻ അനങ്ങുന്നുണ്ട്. ഇത്രയും ടൈപ്പ് ഫിഷസ് ആണ് ഇതിനകത്തിൽ ഇപ്പോൾ ഉള്ളത്. ഈലുണ്ട്, ഗ്രൂപ്പറുണ്ട്, കാറ്റ് ഷാർക്ക് ഉണ്ട്, സ്റ്റിംഗറേ ഉണ്ട്, പിന്നെ സർഗ്നറ്റ് മേജർ, ഇവരൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ സാധാരണ കുറേ മീനുകൾ ഒരുമിച്ച് വിടുകയാണെങ്കിൽ കടിയും അടിപിടിയും ഒക്കെ കാണുന്നതാണ്. പക്ഷെ ഇതിനകത്തിൽ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞത് ഇത് കണ്ടോ, ഇത് സോ ഫിഷിൻ്റെ സോയാണ്, പല്ലുകളാണ് അതിൻ്റെ കേട്ടോ, ഒറിജിനൽ സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്, ടൈഗർ ഷാർക്കിൻ്റെ ജോ. ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. പല പല മീനുകളുടെയും ഷാർക്കുകളുടെയൊക്കെ പല്ലുകളാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. എന്ത് വലുതാ നോക്കിയേ. ഇത് മൊത്തം കോറൽസ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കുഞ്ഞൻ കിടപ്പുണ്ട്. എന്ത് വലുപ്പാന്ന് നോക്കിയ അവനൊക്കെ, സൈസാണ് കൊണ്ടുപോയത്. എന്താ അതിനകത്ത് എന്തോരം വെറൈറ്റീസ് ആണ് കിടക്കുന്നതെന്നുണ്ടോ. നമുക്ക് സ്റ്റിംഗറേ മാത്രം കാണാൻ പറ്റില്ല, ബാക്കി മിക്കുള്ളതും കണ്ടു. ഒരു ബ്ലൂ സ്റ്റാർ ഫിഷ് ഉണ്ട്, ഇതിന് ഞങ്ങൾ ഇപ്പോഴാട്ടോ കണ്ടേ. ഇതോന്ന് കിടക്കുന്ന നമ്മുടെ ഷാർക്കായിരുന്നു കേട്ടോ പേര്. എന്തേ രണ്ടെണ്ണം അവരവിടെ കിടപ്പുണ്ട്. ആ വലിയ മീന് അവിടെ കിടക്കുന്നവൻ അലിഞ്ഞായിരുന്നു. ഇപ്പൊ കണ്ടോ, ആവശ്യത്തിന് അനങ്ങത്തില്ലല്ലോ. ചെറുതായിട്ടൊരു അനക്കം കാണാം. ഇതിനകത്തിലുള്ള മീനുകൾ ഭയങ്കര വെറൈറ്റി, ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനകത്തിലുള്ള മീനുകളെയൊക്കെ കാണാനായിട്ട്. ഉണ്ടോ, ഇനിയുണ്ടോ എൻ്റെ ഇടയിലൊക്കെ നേരത്തെ കണ്ട. എൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഇരിപ്പുണ്ട് ഉണ്ടോ. അതായത് മെറൂൺ കളർ ഒരു മീനാണ് അത്. അതെനിക്ക് പുറത്തോട്ട് വരണമില്ല. ഉണ്ടോ, കണ്ടോ. എന്ത് രസം നോക്കി ഇവരുടെയൊക്കെ കളർ കാണാൻ തന്നെ. ഈ ഒരു ആള് അങ്ങ് ഓടിക്കളിക്കുകയാണ്. ഇപ്പുറത്തതിനകത്ത് വരുന്നു, അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തേനകത്ത് പോകുന്നു. ഭയങ്കര വെറൈറ്റി അല്ലേ കളേഴ്സ് കാണാൻ തന്നെ, നല്ല രസമല്ലേ കാണാൻ.
ഈ കളർ ഉണ്ടോ ഇവൻ്റെ? ഇത് ഭംഗിയല്ലേ? കോറലുകൾ കാണാൻ എന്ത് രസമല്ലേ? എൻ്റെ പുറകിരിക്കുന്ന നമുക്ക് നമ്മുടെ ഈ പക്ഷികളുടെ തൂവലൊക്കെ പോലെ ഉണ്ട് കാണാൻ. വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ, സ്റ്റോൺ ഫിഷ്. ഇവനാണ് സ്റ്റോൺ ഫിഷ്. കണ്ടു കഴിഞ്ഞാൽ സ്റ്റോൺ ആണെന്നേ പറയത്തുള്ളൂ. ഇതിനകത്തിൽ ഇവൻ ഒറ്റയ്ക്കല്ല, ഒത്തിരി പേരുണ്ട്. ഇവിടെ തന്നെ 3 പേരൊക്കെ ഉണ്ടാവും. 2, 3. പിന്നെ കിടക്കുന്ന വേറൊരുത്തൻ. അതിനകത്ത് വേറൊരാളുണ്ട്, പക്ഷെ അയാൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അവന്മാർ പേടിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഉണ്ടോ? പിന്നെ ഇവിടെ ഉണ്ട് ഒരാള്. അതിൻ്റെ പുറകിൽ 2 പേരുണ്ട്. ഉണ്ടോ? അതിൻ്റെ ഏറ്റവും പുറകിൽ വേറൊരാള്. ഇവന്മാർ നമ്മൾ കാണുന്ന പോലല്ല, ഭയങ്കര വെനമസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വെനമസ് ആയിട്ടുള്ള ഫിഷാണ് ഓഷനിൽ. അതിന് എന്തെങ്കിലും നമുക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ പ്രതിവിധി ഒന്നുമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി 000 വിളിച്ച് ആംബുലൻസ് ഫൈൻഡ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പാരലൈറ്റിക് വരെ ആവാൻ പറ്റും നമുക്ക്. ഇതുണ്ടോ, സീ കുക്കുംബർ, സീ ആപ്പിൾ. പിന്നെ പേര് കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ട്. അതേ ഇരിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ പിള്ളേരുടെയൊക്കെ കളിപ്പാട്ടങ്ങളില്ലേ, അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അവിടെ വേറൊരാളുണ്ട്. നല്ല രസമല്ലേ കൂട്ടി വെക്കുന്ന കാണാനായിട്ട്. കോറലുകളാണ് ഇതെല്ലാം. എല്ലാവരും നനങ്ങുന്നുണ്ടോ? കളർ കോമ്പിനേഷൻ. ഇതിനകത്തിലിരിക്കുന്ന എല്ലാം പ്രിസർവ് ചെയ്ത് വച്ചേക്കുന്ന ഓരോ കടലിലെ ജീവികളാണ്. പിന്നെ ഇതെല്ലാം നേരത്തെ കാണിച്ച പോലെ അവരുടെ ജോസും ടീത്തും കോറൽസിൻ്റെ പല പല വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നാണ് കേട്ടോ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് ഷെൽസൊക്കെയാണ് കേട്ടോ. ഞാൻ സ്റ്റാർ ഫിഷിനെ കൈ കൊണ്ട് തൊട്ടു. നമുക്ക് കൈ കൊണ്ട് തൊടാം കേട്ടോ, പക്ഷെ അത് കെയർഫുൾ ആയിരിക്കണമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇരുന്നോളൂ. മതി, അതവിടെ ഇരുന്നോ. ഈ കിടക്കുന്ന 2 പേര് ഫ്രഷ് വാട്ടർ ടർട്ടിൽസ് ആണ്. അവരെ തുടരുതെന്ന് പ്രത്യേകം നോട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് കേട്ടോ. ഇവര് സോൾട്ട് വാട്ടർ ടർട്ടിൽസ് ആണ്. വർഷങ്ങളോളം ഇവർ ജീവിക്കും. ഇതിൽ കിടക്കുന്ന 2 പേരുണ്ട്. ഈ വലിയത് ഞങ്ങൾ വെള്ളത്തിലൊന്ന് തൊട്ടപ്പോഴേ ഞങ്ങളുടെ അടുത്ത് വന്നു കേട്ടോ. അതിന് 60 വർഷം പ്രായമുള്ള ആളാണ്. പിന്നെ ഒരു കുഞ്ഞനും കൂടെ ഉണ്ട്. അത്ര കുഞ്ഞനല്ല, ഇവൻ്റെ ഇച്ചിരി സൈസ് കുറവ്. അതിന് ഒരു 50 വയസ്സ് അങ്ങനെയാണ് പറഞ്ഞത്. ഇവരെ നമുക്ക് പാറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ സ്വിം ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലൊന്ന് കൈ വയ്ക്കുമ്പോഴേ അവർ നമ്മുടെ അടുത്ത് വരും പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്ട്രക്ഷൻസ് വന്നത് അവരുടെ ഹെഡിലും ടെയിലിലും തൊടരുത്,
നമുക്ക് അവരുടെ ഷെൽസിൽ തൊടാം. ഹെഡിലും ടെയിലിലും തൊട്ട് കഴിഞ്ഞാൽ അവർ അഗ്രസീവ് ആവുമെന്നായിരുന്നു പറഞ്ഞു തന്നിരുന്നത്, അല്ലാതെ വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ റീഫ് വേൾഡിനെ കുറിച്ചുള്ള കാര്യം. നമ്മൾ ആ ടർട്ടിലിനെ കണ്ടില്ല, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി ആ ടർട്ടിൽസിൻ്റെ കൂടെ സ്വിം ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ദിവസം 2 നേരം ഫീഡിങ് ഉണ്ട്. രാവിലെ 11:30 ടർട്ടിൽസും 2:30 ഫിഷും ടർട്ടിലിൻ്റെയും കൂടെ ഫീഡ്സും ഉണ്ട്. എല്ലാവർക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റ്, ആ പാറ്റൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് ടർട്ടിലിനെ പാറ്റ് ചെയ്യാം, സ്റ്റാർ ഫിഷിനെ കൈയെടുക്കാം. അപ്പം ഹാർവേ ബേ ആണ് സ്ഥലം. റീഫ് വേൾഡ് അക്വേറിയം ഓപ്പൺസ് ഡെയിലി കേട്ടോ. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. അപ്പം ഇവിടെ വരുന്നവരെന്തായാലും ഇവിടെയും വന്നിട്ട് കാണണം ഇതൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ചിൽഡ്രൻ സീ യു, ബൈ ബൈ, ടേക്ക് കെയർ.